ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് NKN ഹോസ്പിറ്റൽ സൗത്ത് കുമ്പളങ്ങി ഫോൺ 8606240012 9656240012. ഒഴുക്കിലെ ഉള്ളുണർവുകൾ പുസ്തക പ്രകാശനം നടന്നു. JNP രാമകൃഷ്ണന്റെ ഒഴുക്കിലെ ഉള്ളുണർവുകൾ മാനവിക ദർശനങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കോണം കൊല്ലശ്ശേരി ഹാളിലാണ് പരിപാടി നടന്നത്. പള്ളുരുത്തി പബ്ലിക് ലൈബ്രറി, കൊച്ചിൻ സുവർണ, പള്ളുരുത്തി ഫ്രണ്ട്സ് കോണം എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. GCDA ജനറൽ കൗൺസിൽ അംഗം PA പീറ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു സൂചന പുസ്തകങ്ങൾ ആകെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒഴുക്കിലെ ഉണർവുകൾ എന്ന പുസ്തകം പ്രകാശനം ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളതുകൊണ്ട് വളരെ മുൻകൂട്ടി തന്നെ പുസ്തകം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി കഴിഞ്ഞു. ക്ഷണിച്ചതിന്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. 376 ദർശനങ്ങളാണ്. 376 വ്യത്യസ്തമായ ജീവിതത്തെ സംബന്ധിച്ച്, മാനവികതയെ സംബന്ധിച്ച്. ലൈബ്രറി സെക്രട്ടറി KR തുളസിദാസ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ലൈബ്രറി പ്രസിഡന്റ് VP ശശി അധ്യക്ഷത വഹിച്ചു. പുസ്തക പ്രകാശനം കുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ നിർവഹിച്ചു. ദാർശനികതയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ദർശനത്തിന്റെ പ്രസക്തി എന്താണ്, ദർശനം എന്നാൽ എന്താണ്, ഇതൊക്കെ സംബന്ധിച്ച് ഉദ്ഘാടകൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ നമ്മുടെ സാധാരണ മനുഷ്യർ, സാധാരണ നമ്മുടെ ചില ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങൾ, അത് സങ്കടകരമായ മുഹൂർത്തങ്ങളുണ്ടാവാം, സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങളുണ്ടാവാം, ചുമതലകൾ നിർവഹിക്കപ്പെടുന്ന സന്ദർഭത്തിലുണ്ടാകുന്ന മുഹൂർത്തങ്ങളുണ്ടാവാം. അതെല്ലാം പുസ്തക പരിചയം STPI സ്കൂൾ ടീച്ചർ MK നിഷ നിർവഹിച്ചു. UC കോളേജ് ആലുവ അസിസ്റ്റന്റ് പ്രൊഫസർ റാബിയ ബിബി പുസ്തകം ഏറ്റുവാങ്ങി. അഖില കേരള വാരോത്സവത്തിൽ പങ്കെടുത്ത് വിജയികളായ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സന്തോഷ് കുമാറാണ് ഇവരെ ആദരിച്ചത്. കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം TK സുധീർ, PMSC ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം CR ബിജു, മാധ്യമ പ്രവർത്തകൻ ജോർജ് പുളിക്കൽ, കൊച്ചിൻ സുവർണ പ്രസിഡന്റ് ബോണി സേവ്യർ, ഫ്രണ്ട്സ് പള്ളുരുത്തി പ്രസിഡന്റ് KC ബിജു, JNP രാമകൃഷ്ണൻ, MC സുരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.